നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു ശില്പം അരമണിക്കൂറിനുള്ളിൽ പൂർത്തിയാക്കാം. ഒരു ഭാഷ 1 മണിക്കൂറിനുള്ളിൽ പഠിക്കാം. വേണമെങ്കിൽ ഒരു മൾട്ടി ബില്യൺ കമ്പനി ഒരു രാത്രിയിൽ തന്നെ അങ്ങ് തുടങ്ങിക്കളയാം. വേണമെങ്കിൽ നാളെ തൊട്ട് ഈ ലോകം തന്നെ നിങ്ങൾക്ക് നിയന്ത്രിക്കാം. അപ്പോൾ എന്താണ് നിങ്ങളെ ഇതിൽ നിന്നൊക്കെ പിറകോട്ട് വലിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതൊന്നും നേടാത്തത്? നമ്മൾ വെറുതെ സമയം പാഴാക്കി കളയുന്നതുകൊണ്ടാണോ? അതോ മടി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണോ? ഇനി നമ്മുടെ തലച്ചോർ 100% പ്രവർത്തിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. വെൽക്കം ടു ഫാക്ട് സയൻസ്. നമ്മുടെ തലച്ചോർ വളരെ കോംപ്ലക്സ് ആണ്. നമ്മൾ നമ്മുടെ തലച്ചോറിനെക്കുറിച്ച് 100 കണക്കിന് വർഷങ്ങളായി പഠിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മളാക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. നമ്മുടെ എല്ലാ കഴിവുകളുടെ ഉറവിടം അത് നമ്മുടെ തലച്ചോറാണ്. നമുക്കറിയാം, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളവർ എപ്പോഴും സമൂഹത്തിനൊരു പ്രചോദനമാണ്. അവർ സമൂഹത്തിന് ഒത്തിരി കാര്യങ്ങൾ സംഭാവന ചെയ്യുന്നുണ്ട്. അതെപ്പോഴും മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് വളരെ സഹായകമാണ്, ചില സമയങ്ങളിൽ നാശത്തിനും. അതെല്ലാം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ മനുഷ്യന്മാർ അവരുടെ ബ്രെയിനിൻ്റെ 10% മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത്? നിങ്ങളുടെ തലച്ചോറിന് അൺലിമിറ്റഡ് ആക്സസ് കിട്ടിയാൽ എന്തായിരിക്കും നിങ്ങൾ ആദ്യം ചെയ്യുന്നത്? എല്ലാം മാറ്റി നിർത്താം. ആ പൊടി പഠിച്ച് കിടക്കുന്ന റുബിക്സ് ക്യൂബ് അങ്ങ് സോൾവ് ചെയ്തേക്കാം അല്ലേ? ഓക്കെ, നമുക്ക് ഫാക്ട്സിലേക്ക് വരാം. ആദ്യത്തെ ആ ചോദ്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതായത് നമ്മുടെ തലച്ചോറിൻ്റെ 10% മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ എന്നത്. ശരിക്കും ഇതൊരു മിത്താണ്. അതായത് നമ്മുടെ തലച്ചോറിൻ്റെ 10% ന്യൂറോൺസും 90% ഗ്ലിയൽ സെൽസുമാണ്. ഇതിൽ ന്യൂറോൺസാണ് വിവരങ്ങൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതും വിശകലനം ചെയ്യുന്നതും. എന്നാൽ ഈ ഗ്ലിയൽ സെൽസ് ന്യൂറോണിന് ചുറ്റുമായും കാണപ്പെടുന്നു. നിവിൻ പോളിക്ക് അജു വർഗീസ് എന്ന പോലെ ന്യൂറോൺസിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഇൻസുലേഷനും ന്യൂട്രിയൻസും എല്ലാം നൽകുന്നത് ഈ ഗ്ലിയൽ സെൽസാണ്. അതായത് നമ്മുടെ തലച്ചോറിൻ്റെ ആകെ കോശങ്ങളിൽ 10% മാത്രമാണ് നമ്മളുടെ ഇൻ്റലിജൻസിനും ബോഡി ഫങ്ഷനും വേണ്ടി പ്രവർത്തിക്കുന്നത്. എന്നാൽ തലച്ചോറിലെ 100% കോശങ്ങളും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. മാത്രമല്ല, മനുഷ്യന്മാരുടെ എല്ലാവരുടെയും തലച്ചോറ് ഒരേ ഡിസൈനാണ്. അതായത് നിങ്ങളുടെ തലച്ചോറിലെയും ഐൻസ്റ്റീൻ്റെ തലച്ചോറിലെയും ന്യൂറോൺസിൻ്റെ എണ്ണം സെയിം ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ബ്രെയിനെ കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാൻ സാധിക്കുന്നത്? അതിനെ നമ്മളുടെ ബ്രെയിനെ ഒരു മസിലിനെ പോലെ ട്രീറ്റ് ചെയ്യുക. കൂടുതൽ മസിൽ വെക്കാൻ നമ്മൾ എന്ത് ചെയ്യും? വർക്കൗട്ട് ചെയ്യും. അതേപോലെ തന്നെ ബ്രെയിനുള്ള വർക്കൗട്ടുകൾ കൊടുക്കുക. നമ്മൾ കൂടുതൽ ചിന്തിക്കുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക, പുതിയ ചലഞ്ചസുകൾ ഏറ്റെടുക്കുക, കുറേ പസിലുകൾ സോൾവ് ചെയ്യുക. ഇങ്ങനെ ഒത്തിരി വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കും. സോ നമ്മളുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, അതിനെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുക, അങ്ങനെ ലൈഫ് കൂടുതൽ മനോഹരമാക്കുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.